ഇന്നത്തെ അറിയിപ്പുകൾ. അറ്റകുറ്റപ്പണികൾക്കായി മൂലമറ്റം പവർ ഹൗസ് ചൊവ്വാഴ്ച മുതൽ അടച്ചിടും. ലോഡ് ഷെഡിംഗ് വേണ്ടി വരില്ലെന്നും വൈദ്യുതി നിരക്ക് കൂട്ടില്ലെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു. നാളെ മുതൽ 1 മാസത്തേക്കാണ് പവർ ഹൗസ് പൂർണ്ണമായും അടച്ചിടുന്നത്. ദിവസവും 600 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് വന്നേക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ 300 മെഗാവാട്ട് വൈദ്യുതി വാങ്ങി പ്രതിസന്ധി പരിഹരിക്കുമെന്നും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ജൂലൈയിൽ അറ്റകുറ്റപ്പണി നടത്താനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ മഴ കനത്തതോടെ മാറ്റിവെച്ചു. പെൻസ്റ്റോക്ക് പൈപ്പുകളിലെ വാൽവിന്റെ സീൽ മാറ്റുന്നതുൾപ്പെടെയുള്ള പണികളാണ് നടത്താനിരിക്കുന്നത് എന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ നിന്നുള്ള അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ് സർവീസുകൾ ഇന്നു മുതൽ സമരത്തിലേക്ക്. ബാംഗ്ലൂരുവിലേക്കും ചെന്നൈയിലേക്കുമടക്കം സർവീസ് നടത്തുന്ന സ്ലീപ്പർ, സെമി സ്ലീപ്പർ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. കർണാടകയിലെ അന്യായ നികുതിയിലും പിഴയിലും പ്രതിഷേധിച്ചാണ് സമരം. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി മുതൽ സർവീസ് നിർത്തിവെക്കുമെന്ന് ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്കും ചെന്നൈയിലേക്കുമടക്കം സർവീസ് നടത്തുന്ന സ്ലീപ്പർ, സെമി സ്ലീപ്പർ, ലക്ഷറി ബസ്സുകളാണ് സർവീസ് നിർത്തിവെക്കുന്നത്. അഖിലേന്ത്യാ പെർമിറ്റ് ഉണ്ടായിട്ടും തമിഴ്നാട്ടിലും കർണാടകയിലും അന്യായമായി നികുതി ചുമത്തുകയും വാഹനം പിടിച്ചെടുത്ത് പിഴ ഈടാക്കുകയും ചെയ്യുന്നു എന്ന് ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. ബാംഗ്ലൂരു, ചെന്നൈ യാത്രക്കാർക്ക് കനത്ത തിരിച്ചടിയാകുന്നതാണ് ബസ് സമരം. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും ഗതാഗത കമ്മീഷണറും ഇടപെടണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ക്രിസ്മസ് അവധിക്കാലത്ത് സൗത്ത് സ്റ്റാർ റെയിൽ ടൂറുമായി സഹകരിച്ച് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഡിസംബർ 20 കേരളത്തിൽ നിന്ന് പുറപ്പെടും. വിനോദയാത്രയ്ക്കായി റെയിൽവേയുടെ ക്രിസ്മസ് അവധിക്കാല സ്പെഷ്യൽ ട്രെയിൻ ഡിസംബർ 20 കേരളത്തിൽ നിന്ന് പുറപ്പെടും. ഇന്ത്യൻ റെയിൽവേയുടെ ഭാരത് ഗൗരവ് ട്രെയിനിന് കീഴിലുള്ള സൗത്ത് സ്റ്റാർ റെയിൽ ടൂർ ടൈംസുമായി സഹകരിച്ചാണ് രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന യാത്ര സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിനിന് കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, ഒറ്റപ്പാലം, പാലക്കാട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. 11 ദിവസം നീളുന്ന യാത്ര ഗോവ, മുംബൈ, അജന്ത, എല്ലോറ, ഹൈദരാബാദ്, പുതുച്ചേരി, വേളാങ്കണ്ണി, നാഗൂർ ദർഗ തുടങ്ങിയ കേന്ദ്രങ്ങൾ സന്ദർശിക്കും. സ്ലീപ്പർ ക്ലാസിന് 26,800 രൂപയും തേർഡ് AC-ക്ക് 37,550 രൂപയും സെക്കൻഡ് AC-ക്ക് 43,250 രൂപയും ഫസ്റ്റ് AC-ക്ക് 48,850 രൂപയുമാണ് നിരക്ക്. കൂട്ടായ ബുക്കിംഗിന് പ്രത്യേക ഇളവുകളുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.